ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബം ഒന്നാമത് എന്നതാണ് ഇത്തരം പാർട്ടികളുടെ മുദ്രാവാക്യമെന്ന് ചെന്നൈയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. തനിക്കെതിരെ കുടുംബം ഇല്ലെന്ന പരിഹാസവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്തു വന്നിരിക്കുകയാണ്. കുടുംബം ഉള്ളവർക്ക് അഴിമതി നടത്താൻ ലൈസൻസ് ലഭിച്ചവരാണോ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. താൻ കുടുംബം ഉപേക്ഷിച്ചത് തനിക്ക് വേണ്ടിയല്ല, മറിച്ച് രാഷ്ട്രത്തിനു വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യമാണ് എന്റെ കുടുംബം, 140 കോടി ഇന്ത്യക്കാരും എന്റെ കുടുംബാംഗങ്ങളാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാളെ രാവിലെ ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ഒഡീഷയിലെ ജാജ്പൂരിൽ 19,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് പുറപ്പെടും. ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷം അന്നേ ദിവസം തന്നെ പൊതുജനങ്ങൾക്കായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കും. പൊതുജന പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സുതാര്യവും വേഗത്തിലുമാക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച CMO പോർട്ടലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നവീകരിച്ച പോർട്ടലിലൂടെ പരാതിയോ അപേക്ഷയോ നൽകുന്നവർക്ക് എവിടെ നിന്നും തൽസ്ഥിതി പരിശോധിക്കാവുന്നതാണ്. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷും നവീകരിച്ച പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തുടർ ദിവസങ്ങളിൽ മുഴുവൻ ശമ്പളവും പെൻഷനും വിതരണം നടത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെൻഷനേഴ്സിനുള്ള തുക ആദ്യ ദിനം തന്നെ മിക്കവർക്കും ലഭിച്ചിരുന്നു. ട്രഷറി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് ട്രഷറിയിൽ നിന്ന് നൽകേണ്ട പണം പോകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സാഹസിക ടൂറിസം മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് മത്സരം, സർഫിംഗ് ഫെസ്റ്റിവൽ എന്നിവയുടെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് മത്സരം ഈ മാസം 14 മുതൽ 17 വരെ ഇടുക്കി ജില്ലയിലെ വാഗമണിൽ നടക്കും. അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റ് മാർച്ച് 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരം വർക്കലയിൽ സംഘടിപ്പിക്കും. നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം കോൺഗ്രസ് പ്രവർത്തകർ മോർച്ചറിയിൽ കയറി ബലമായി എടുത്തുകൊണ്ടുപോയത് ഗൌരവകരമാണെന്ന് മന്ത്രി P രാജീവ്. ഇൻക്വസ്റ്റ് നടപടികൾക്കിടെയാണ് മൃതദേഹം കൊണ്ടുപോയത്. ഇത് തെറ്റായ സന്ദേശം നൽകും. ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് ലക്ഷ്യമെന്നും P രാജീവ് കൊച്ചിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കും മരണപ്പെട്ടവരുടെ കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. രേഖകൾ ഹാജരാക്കിയാൽ 48 മണിക്കൂറിനകം സഹായം അനുവദിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മുംബൈ രഞ്ജി ട്രോഫി ഫൈനലിൽ തമിഴ്നാടിനെ ഇന്നിംഗ്സിനും 70 റൺസിനും തകർത്താണ് മുംബൈ ഫൈനലിലെത്തിയത്. ഇത് 47ാം തവണയാണ് മുംബൈയുടെ ഫൈനൽ പ്രവേശനം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ UP വാരിയേഴ്സ് പോരാട്ടം പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 16 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസ് നേടി. ടോസ് നേടിയ UP വാരിയേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ കേരളം മിസോറാമിനെ നേരിടും. ഗ്രൂപ്പ് എയിൽ നിന്ന് കേരളം, സർവീസസ്, ഗോവ, അസം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ നിന്ന് മണിപ്പൂർ, മിസോറാം, ഡൽഹി റെയിൽവേസ് ടീമുകളുമാണ് ക്വാർട്ടർ മത്സരങ്ങളിൽ ഇടം നേടിയത്. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രാഥമിക മത്സരത്തിൽ നിക്കി ഹാലിക്ക് ആദ്യ വിജയം. വാഷിംഗ്ടൺ DC മത്സരത്തിലാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിക്കി ഹാലി അട്ടിമറിച്ചത്. മഹാശിവരാത്രി ആഘോഷത്തിനിടെ മൌറീഷ്യസിലുണ്ടായ ദുരന്തത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങളോടും മൌറീഷ്യസിലെ ജനങ്ങളോടും ശ്രീ ജയശങ്കർ അനുശോചനം അറിയിച്ചു. യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിന്റെ ഫൈനൽ നാളെ ന്യൂഡൽഹിയിലെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ. ഈ മാസം 6-നാണ് സമാപന ചടങ്ങ്. യുവശബ്ദങ്ങൾ രാഷ്ട്രത്തിന്റെ പരിവർത്തനത്തിനായി ഇടപഴകുകയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷം ദേശീയ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.